നമുക്കൊന്ന് കയറി നോക്കാം. നമ്മൾ ചെരുപ്പൊക്കെ ഞാൻ ഇവിടെ തന്നെ ഊരിയിട്ടാണ് കയറുന്നത്. നല്ല വൃത്തിയായിട്ട്, അതായത് കാടിൻ്റെ ഒരു ആംബിയൻസിൽ. അപ്പർ ഭവാനി അതിനടുത്തൊക്കെ ആയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. നമ്മളുടെ നിലമ്പൂർ വഴിയാണ്. ചെങ്ങന്മാരെ എല്ലമല കയറാൻ വേണ്ടി പോട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളുടെ യാത്ര ആരംഭിക്കുവാണ്. അല്ലേ, അച്ഛൻ യാത്ര പോവാണ് അല്ലേ. ആര്യക്കുട്ടിയൊക്കെ നേരത്തെ എണീറ്റിട്ടോ. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 7:30 7:30 നമ്മുടെ എല്ലാ സാധനങ്ങളും എടുത്തൊക്കെ വെച്ച് വണ്ടിയൊക്കെ വെച്ചിരിക്കണ്. ഞാൻ എന്തെങ്കിലും മറന്നിക്കണോ? ഇന്നലെ തന്നെ എടുത്ത് വെച്ചു. ഞാൻ എന്തെങ്കിലുമൊക്കെ മറന്നിക്കണോ? ഉറപ്പല്ലേ? എന്നാ ഞാൻ വേഗം പല്ലേക്ക് എന്നിട്ട് നമുക്ക് ചായ കുടിക്കാം കേട്ടോ. അപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ എല്ലാം എടുത്ത് വെച്ചതാണ്. പക്ഷെ എന്നാലും ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വിട്ടുപോയിരുന്നു. ചെറിയ സാധനങ്ങൾ. അടക്കാനൊരു വാതിലുണ്ട് അല്ലേ. അങ്ങനെ തന്നെ. പിന്നെ ഞാൻ ഇനി എന്തായാലും കൊണ്ടുപോകണ്ടോ എന്ന് നോക്കുക. ഇവിടെ കാക്കണ ഓരോരുത്തരുണ്ട്. എന്തായി, ചായയൊക്കെ ആയോ? ചായ എടുത്ത് വെച്ചാണ്. അപ്പമാണ് അതിലേക്ക് ഉള്ളി റോസ്റ്റ് ഉണ്ട്, പിന്നെ കട്ടൻ ചായ ഉണ്ട്. ഉച്ചയ്ക്കുള്ള ചോറുകൾ പാക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ കുറേ വേണ്ടായിരുന്നു, നമ്മൾ കുക്ക് ചെയ്യുക. അത് നാളെ തൊട്ട് നോക്കാം. അമ്മയായിരിക്കും ബ്രഷ് കേൾക്കുന്ന തിരക്കിലാണ്, പല്ല് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ ആ ചായ ഒന്ന് കുടിക്കട്ടെ കേട്ടോ. ഒരു 8 മണിയാകുമ്പോഴേക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് കരുതുന്നുണ്ട്. നോക്കുക. അങ്ങനെയെങ്കിൽ ചായയോടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ആദ്യം തന്നെ പല്ലൊക്കെ തേച്ച് ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചു അല്ലേ. ഇപ്പോൾ വണ്ടിയിൽ ഇനി മറന്ന സംഭവങ്ങളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനിയില്ലെങ്കിൽ മെയിനായിട്ട് ലാപ്ടോപ്പ്, ക്യാമറ, മൊബൈല്, മൈക്ക്, ഇതിൻ്റെ ബാക്കി ആക്സസറീസ് ഇത് മെയിനായിട്ട് നിർബന്ധമാണ്. ഇത് പിന്നെ നമുക്ക് വൈക്കന്ന് വാങ്ങാൻ കിട്ടാത്ത സംഭവങ്ങളൊക്കെയാണ് പലതും. അതാണ് മറക്കാതെ നിൽക്കേണ്ടത്. അല്ലാത്തൊക്കെ മറന്നാൽ നമുക്ക് വാങ്ങാം. ഞാൻ ഇറങ്ങട്ടോ. മാണ്ടാൻ പോലെ ആരും മാണ്ട അറിയണേ. മാണ്ടേ പോവാണ്. കുറേ ദിവസം കഴിഞ്ഞിട്ട് വരാം. വാച്ച് വേണ്ടേ? വാച്ച് വേണ്ടേ? ഓക്കെ, വാച്ച് വേണേ. വാച്ച് കൊണ്ടുവരണം. വാച്ച് കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് അല്ലേ. പോവാട്ടോ. എന്നാ പിടിച്ച അച്ഛമ്മൻ്റെ അടുത്ത് പോയിക്കോ. അച്ഛമ്മൻ്റെ അടുത്ത് പോയിക്കോ. ഇതുണ്ടോ അവിടെ വരെ താഴത്തേക്ക്? അവള് താഴത്തേക്കുണ്ടേ. താഴത്തേക്ക് വരെ ആര്യണ്ട് ഇപ്പോൾ അല്ലേ. ഓളും കയറി കുത്തുന്നുണ്ട്. വണ്ടി സ്റ്റാർട്ടാണ്. അടക്കല് വേഗം ഇറങ്ങോ. ഞാനൊരു ഓക്കെ. ചെങ്ങന്മാരെ അങ്ങനെ നാട്ടിൽ നിന്നും ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. നമ്മളുടെ തോട്, പാടം, പാലം, കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകും സംഭവമാണ്. അടിപൊളിയാണ്. അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ അങ്ങാടിയിലേക്ക് എത്തി. ഇതാണ് എൻ്റെ ടൗൺ, വണ്ടൂർ ടൗൺ. മലപ്പുറം ജില്ലയിലെ ആണല്ല നമ്മുടെ നാട് എന്ന് പറയുന്നത്. അപ്പൊ ഇതെൻ്റെ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് ഇതെൻ്റെ ഓട്ടോ സ്റ്റാൻഡാണ്. ഞാൻ നിർത്തുന്നില്ല, ഞാൻ അങ്ങനെ പോവാ. എല്ലാവരോടും ഇന്നലെ ഞാൻ പറഞ്ഞതാണ്, എല്ലാവരോടും കണ്ടവരോടൊക്കെ. അപ്പോൾ ഇനി ഇവിടുന്ന് റൈറ്റ് പോവാന്ന് പറഞ്ഞാൽ നിലമ്പൂർ ഭാഗം. നിലമ്പൂർ ഭാഗമല്ല, നിലമ്പൂരിലേക്ക് തന്നെയാണ്. കാര്യം എന്തായാലും യാത്രയൊക്കെ ആണെങ്കിലും നമ്മൾക്ക് വീട്ടിൽ നിന്നിട്ട് ഇറങ്ങുമ്പോഴേ ഒരടങ്ങേറും വേറെ ഐഡിയ വളരെ സംഭവമാണ്. അതിൻ്റെ വിഷമമുണ്ട്.
ഭയങ്കരമായിട്ട് യാത്രയോട് നമുക്ക് ഇഷ്ടമാണ്. യാത്ര പോകാൻ പക്ഷേങ്കിൽ ഞാൻ പറയുമ്പോ ഈ മാരേജ് ഒക്കെ കഴിഞ്ഞതിന്റെ മുമ്പ് യാത്ര പോകാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പൊക്കോളൂ കേട്ടോ. കഴിഞ്ഞിട്ട് പോവാം എന്ന് കരുതുമ്പോഴേക്ക് നമുക്ക് ഇത്തരം സംഭവങ്ങളുടെ ഒരു ഉണ്ട്. പിന്നെ എണ്ണയൊക്കെ ഞാൻ അടിച്ചിട്ടുണ്ട്. HP-യുടെ പമ്പാണ് ഈ കാണുന്നത്. എണ്ണയൊക്കെ ഞാൻ അടിച്ചതാണ്. വണ്ടിയിൽ ഒരു അര ടാങ്ക് എണ്ണയുണ്ട്. പിന്നെ ക്യാനിലൊരു 5 ലിറ്റർ എണ്ണ നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ച് ദൂരം പോയി നോക്കി നിലമ്പൂരെത്തട്ടെ. ചങ്ങന്മാരെ വേറൊരു വിഷയം പറയാനുള്ളത് വെച്ചാല് ഞാനേ ഇറങ്ങുമ്പോ ഞാൻ അങ്ങനെ കരുതിന്റെ മനസ്സിൽ നമ്മളെ ആരെങ്കിലും തിരിച്ചറിയോ, നമ്മുടെ വണ്ടി കണ്ടാൽ മനസ്സിലാവോ എന്നുള്ളത്. അപ്പൊ 1-2 പേരെയൊക്കെ നമ്മളെ ബൈക്കിന് പോകുന്നവര് കൈ കാണിച്ച് ഓണടിച്ച് ഇങ്ങനെ ഹാപ്പി ജേർണിന്ന് ഭൂമിയിൽ പോയവരും ഉണ്ട് എന്ന് പറയാം. അങ്ങനെയെങ്കിൽ വടവറം പേടിച്ച് വടവറം പാലം കയറുവാണ്. ചാലിയാത്തൊരു വർഷക നദിയാണ്. അതിന്റെ മേലേക്കാണ് നമ്മൾ പോകുന്നത്. അതിതാണ്ട് അവിടുന്ന് ഉത്ഭവിച്ച് വരുന്നു. നമ്മൾ ദൂരെ പശ്ചിമഘട്ടം അവിടെ വെച്ച് ചാലിയാറായിട്ട് യോജിക്കുന്നുണ്ട്. കണ്ണൂരി സ്പോട്ടാണ്. കണ്ണൂരിൽ എക്കോ ടൂറിസം. ഇവിടെ ഈ ഒരു ഏരിയ ഭയങ്കര വൈബാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിലമ്പൂരിന്റെ ഒരു എന്താ പറയാ, നിലമ്പൂരിന്റെ റീലുകളിലൊക്കെ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവേണ്ട ഒരു സ്ഥലമാണിത്. അതിമനോഹരമായിട്ടുള്ളൊരു ഏരിയ ആണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത്രകൊണ്ട് ആളുകൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് കണ്ണൂർ പ്ലോട്ടായാലും. ഈ ഒരു ഏരിയയിൽ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വല്ലാത്തൊരു വൈബാണ്. അതുപോലെ തന്നെ ഇതിലെ വന്നിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ അതിലെ നമ്മൾ ട്രാവൽ ചെയ്ത് പോലെ സഞ്ചരിച്ച് പോകുമല്ലോ. ഇപ്പം ഇങ്ങനെ പോകുമ്പോൾ ഈ ഒരു ഇരുവശങ്ങളിലുള്ള മരങ്ങൾ അതൊക്കെ ഈ റോഡിലേക്ക് ഇങ്ങനെ ചില്ലകളൊക്കെ വന്ന് എന്താ പറയാ, ഇവർക്ക് വെയിലുള്ള സമയമാണെങ്കിൽ പോലും നല്ല തണലായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ നിലമ്പൂരിന്റെ മണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിലമ്പൂരിലൂടെയാണ്. നിലമ്പൂർ ബസ് സ്റ്റാൻഡിലേക്കും ബസ് ഇറങ്ങുന്ന വഴിയാണ്. ബസ് കയറുന്ന അല്ല ബസ് ഇറങ്ങുന്ന വഴി. ചെങ്ങന്മാരെ അങ്ങ് ദൂരെ കാണുന്ന പർവ്വതമുണ്ട്. നിങ്ങൾക്കിതിൽ കാണണമെന്ന് അറിയില്ല. അവങ്ങളൊക്കെ നല്ല കോടയൊക്കെ കാണുന്നുണ്ടാ. മഴ പെയ്യോ, മഴയ്ക്കുള്ള സാഹചര്യം കാണുന്നുണ്ട് ഇവിടെ നാട്ടില്. അങ്ങനെ ഞാൻ എൻ്റെ ആദ്യത്തെ 1 മണിക്കൂർ കൃത്യമായിട്ട് പിന്നിട്ടിരിക്കുകയാണ്. 1 മണിക്കൂറായിട്ട് നമ്മൾ യാത്ര ആരംഭിച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ എത്തിയത് വഴിക്കടവ് എന്ന് പറയുന്ന സ്ഥലമാണ്. ഏതാണ്ട് ഒരു 10-19 കിലോമീറ്ററോ അതൊക്കെയാണ്, കറക്റ്റ് നോക്കിയില്ല. വഴിക്കടവുള്ള ദൂരം പറയുന്നത് വഴിക്കടവ് ബോർഡ്. അതുപോലെ തന്നെ ഇവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് കൂടല്ലൂർ 29, ഊട്ടി 78, ബാംഗ്ലൂർ 282. അപ്പോൾ നൈസായിട്ട് കയറി തുടങ്ങിയിട്ടുണ്ട്. വളരെ നൈസായിട്ട്. കുറച്ച് ദൂരം കൂടി പോയാൽ ഇവിടുന്ന് ഏതാണ്ട് 1/2 കിലോമീറ്റർ 200 മീറ്ററോ അത് പോയി കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റ് ആയി. അവിടെ അവര് എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ അതിന് മറുപടി പറഞ്ഞ് പോവാം. അല്ലാതെ നമ്മൾ നടത്തി വെക്കേണ്ട വിഷയമൊന്നുമില്ല. നോക്കാം. മലനിര കണ്ടു തുടങ്ങി. മലനിര മാത്രല്ല ഈ സൈഡിക്കൊക്കെ കോടയൊക്കെ കണ്ടു തുടങ്ങി. പിന്നെന്താ വെച്ചാൽ നമുക്ക് കാലാവസ്ഥ നല്ല അനുകൂലമാണ്. കാലാവസ്ഥ അനുകൂലമാണ്. വെയില് ചൂടില്ലല്ലോ. അതിപ്പോ എല്ലാ ദിവസവും അങ്ങനെ ആവില്ല. ഇന്നത്തെ ദിവസം നമ്മൾ ഇറങ്ങുന്ന ഈ ദിവസം ഓക്കെയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഇവിടെ വരെയുള്ള യാത്രക്ക് ഞാൻ എടുത്ത സമയം എന്ന് പറയുന്നത് 1 മണിക്കൂറാണുള്ളത്. ഇപ്പൊ നമ്മുടെ സ്പീഡ് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഏതാണ്ട് 10-28 കിലോമീറ്റർ ഉണ്ട്. ഇതാണ് നമ്മുടെ RTO ചെക്ക് പോസ്റ്റ് വഴിക്കടവ്. ഇവിടെ പേപ്പറൊക്കെ കൊടുത്ത് ലോറിക്കാർ അങ്ങനെ പാസ്സായി പോകും. ഇവിടെയാണ് നമ്മളുടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ആനമറിയിൽ നിന്നും നമ്മൾ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിനടുത്ത് അടുത്ത എക്സൈസ് ആണ് തോന്നുന്നു. എക്സൈസ് ചെക്ക് പോസ്റ്റാണ് ഈ കാണുന്നത്. ഇവിടെ ഒന്നും ആരും ഇരിക്കുന്ന പോലുമില്ല. രാവിലെ നേരത്തെ ആയതുകൊണ്ടാണ്. പക്ഷെ അത് മാത്രമല്ല ക്യാമറ ഉണ്ടാവും. അതൊരു കേട്ടോ ആളുകളുണ്ട്. എക്സൈസ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അവിടെ. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മള് നാടുകാണി ചുരം സ്റ്റാർട്ടിങ് കയറിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ ഇതാണ് നമ്മളുടെ ഹെയർ ബണ്ട്. ഇത് മാത്രമേ ഉള്ളൂ. ഇത് മാത്രം മതി. ഇത് ടൈറ്റാണ്. ബാക്കിയുള്ളതൊക്കെ സിമ്പിളായിട്ട് പോവാം. ഇവിടെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആന ഇറങ്ങുന്ന സ്ഥലം ബോർഡ് കൊടുത്തു. ഓക്കെ, അതെടുത്തു. വേണ്ട, ആ നാട്ടിലൊക്കെ വ്യൂ മാറിയില്ല.
വേറെ ഒന്നും കേട്ടോ, നമ്മൾ ഈ നേരം വരെ നമ്മളുടെ വണ്ടിനൊന്നും നിർത്തിയിട്ട് പോലുമില്ല. നമ്മൾ കഴിഞ്ഞ നമ്മൾ ഹോട്ടലിലേക്ക് ചെയ്യുമ്പോഴൊക്കെ നമ്മളുടെ വണ്ടിനെ നമ്മൾ മാക്സിമം റെസ്റ്റ് കൊടുത്തിട്ടാണ് കൊണ്ടുപോകാറ്. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ എവിടെ നിർത്തിയില്ല. കാരണം എൻ്റെ മനസ്സിൽ സ്പോട്ട് ഉണ്ട്, അവിടെ കൊണ്ടുപോയി നിർത്താൻ എഴുതിയിട്ടാണ്. അതൊക്കെ എത്താറായി. അത്യാവശ്യം നല്ല രീതിയിൽ ചൂടായിട്ടോ വണ്ടി, നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. നല്ല ഞാൻ ഡോർ തുറക്കുമ്പോൾ നല്ല പുകയൊക്കെ വന്നായിരുന്നു. ഏതായാലും ഞാനിങ്ങനെ സ്പോട്ടിൽ നിർത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ അപ്പുറത്തേക്ക് കിടക്കണം. ഈ സംഭവമൊക്കെ ഇപ്പോൾ കുറച്ചും കൂടി അടുത്തേക്ക് വെച്ചവർ, അല്ലെങ്കിൽ അവിടെയൊക്കെ പോയി നിൽക്കാൻ വേണ്ടി പറ്റിയായിരുന്നു. നല്ല വ്യൂ ആണ് കണ്ട, നല്ല വ്യൂ ആണ്. നല്ലൊരു മൂടിക്കെട്ടലാണ് കാലാവസ്ഥ. നല്ല കോടയുണ്ട്, ആ ഒരു മലമൂടൊക്കെ നല്ല കോടയുണ്ട്. അങ്ങനെയെങ്കിൽ നീലഗിരി കുന്നുകളിലേക്കാണ് നമ്മളുടെ യാത്ര. ഉള്ളല്ലേ നാടുകാണി, അത് മേലിൽ നിന്ന് ആരോ പറഞ്ഞു നാട് കാണുന്നുണ്ട്, നാട് കാണി. ഫയർഫോഴ്സിന് കേരള ഫോറസ്റ്റിൻ്റെ ഒരു ബോർഡുണ്ട് ഇവിടെ, കണ്ടാസ്വദിക്കാം നിന്നാസ്വദിക്കേണ്ട കൂട്ടരേന്ന്, വഴിക്കടവ് റേഞ്ച്. ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാണ്, വലിയ അലമ്പ് കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ ഒരു കാളം ചാടിയതാണ് ആ സൗണ്ട് കേട്ടോ, ഒരു സൗണ്ട് കേട്ടോ, അതിൻ്റെ പൈപ്പ് പോയാവോ. ഏതാണ്ട് അരമണിക്കൂറൊക്കെ ആയി, മുക്കാലായി. ഞാൻ പോവാണ്ട്, ഡോറൊക്കെ അടച്ചു. അത് എന്താ പറയുക, തണുത്ത് വണ്ടി. പക്ഷേങ്കിൽ ഈ ഒരു സൈഡ് ഉണ്ട് നിങ്ങൾ, അവിടെ ടൈപ്പർ, ബിയർ ബോട്ടിൽ, ഇതിൽ ഐസും പാക്കറ്റ്, ഇതിലൊക്കെ കാലിൻ്റെ ചോട്ടിൽ കൂടെ ഫുള്ള് നോക്കിക്കോളൂ കേട്ടോ. ഇത് പ്ലാസ്റ്റിക് ബോട്ടിൽ, പ്ലാസ്റ്റിക് കവർ, ഫുഡ് വേസ്റ്റ്, മേലെ കൂടെ ഇവിടെ നിന്ന് അങ്ങോട്ട് എറിഞ്ഞൊക്കെ പോകണം. അതുപോലെ തന്നെ ബിയർ ബോട്ടിലുകളാണ് ആ കിടക്കുന്നതൊക്കെ. ഇതൊക്കെ വാട്ടർ ബോട്ടിലുകളാണ്. ഇതിലങ്ങനെ താഴത്തേക്ക് ഏതാണ്ട് അവിടെ നിന്ന് തൊട്ട് നമുക്ക് കുറച്ച് ദൂരം അവിടെ വരെയൊക്കെ നമുക്ക് ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്. നല്ല എന്താ പറയുക, കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ട് സെറ്റപ്പാണ്. നമുക്ക് വണ്ടി ഒതുക്കി നിർത്താൻ വേണ്ടി പറ്റും. അത് നിർത്തുന്ന ഗ്യാപ്പിൽ കാട്ടിയിട്ടുള്ള ഇതാണ്. ഇവിടെ ഈ ഒരു വ്യൂ, മനോഹരമായിട്ടുള്ള ഈ ഒരു കാഴ്ച കാണാനാണല്ലോ എല്ലാവരും വരുന്നത്. പിന്നെ എന്തൊരു എന്താ പറയുക, തെണ്ടിത്തരം അല്ല, എന്താ പറയുക, എന്തൊരു ചീത്ത ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്ക് വേറൊന്ന് പറയാനുള്ളത്, ഇവിടുത്തെ ഇപ്പോൾ വൈക്കടവ് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, വൈക്കട ഗ്രാമപഞ്ചായത്തില്ലേ, പഞ്ചായത്തല്ലേ? വൈക്കട ഗ്രാമപഞ്ചായത്ത് ഇവിടെ സത്യം പറഞ്ഞ ഒരു ബാസ്ക്കറ്റൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഏറെക്കുറെ അതിലേക്ക് വേസ്റ്റ് പോകും. ഇപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ ഞങ്ങളെ വണ്ടൂർ പഞ്ചായത്തിലേക്ക് വണ്ടർഫുൾ വണ്ടൂരൊക്കെ ഉണ്ടല്ലോ എന്നതുപോലെ. പക്ഷെ എന്നാലും നമ്മൾ വരുന്നവർ ഇതൊക്കെ ഇവിടെ ഇട്ട് പോകാതെ നിങ്ങളൊരു കാറിലോ ബൈക്കിലേക്കാവില്ല വരിക, ഇത് കൊണ്ടുപോയിക്കൂടെ? അല്ലെങ്കിൽ പിന്നെ എന്തിനു കൊണ്ടുവരാൻ നിൽക്കണേ, കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ. ഇതിവിടെ ഇടാൻ വേണ്ടി പറ്റത് ഫോറസ്റ്റാണ്. പിന്നെ അത് മാത്രമല്ല, മൃഗങ്ങൾ ഇറങ്ങി വരുന്ന സ്ഥലമാണ്. കുരങ്ങന്മാരുണ്ട്, അതുപോലെ തന്നെ ആന വരും. അവർക്കൊക്കെ പല അസുഖങ്ങൾ സംഭവിച്ച് അവർക്കൊക്കെ എന്താ പറയുക, ജീവഹാനി വരെ സംഭവിക്കുന്ന ഒരു കേസാണിത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഫോറസ്റ്റ് അല്ലേ, നമ്മൾ തന്നെയല്ലേ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കുമ്പോഴല്ല നമ്മുടെ ഈ പ്രകൃതി നല്ല മനോഹരമായിട്ടുള്ള ഈ ഒരു കാഴ്ച ഇങ്ങനെ ഈ ഒരു രീതിയിൽ തന്നെ നിലനിൽക്കുള്ളൂ. അപ്പോൾ അത് മറക്കരുത് ആരും. ഈ ചെയ്തതും ശരിയല്ല. ഇതിനൊക്കെ നമ്മൾ എന്താ പറഞ്ഞാൽ കൃത്യമായ രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എന്തായാലും പോവാണ്, ഞാൻ മേലേക്ക് പോവാണ്. ഒരു മണിക്കൂറും കൂടി റൺ ചെയ്യാം, എന്നിട്ട് കുറച്ചേരം കൂടി ചൂടാറ്റി അങ്ങനെ പോക്കേ നടക്കുള്ളൂ. പഴയ വണ്ടിയായിട്ട് നല്ല ചൂടുണ്ട്, വണ്ടി നന്നായിട്ട് ചൂടാവുന്നുണ്ട്. ഞാൻ പോയോട്ടോ കേട്ടോ. ഞാനേ കുറച്ച് ഡീസൽ അടിച്ചു കേട്ടോ. ഡീസൽ അടിക്കാന്ന് പറഞ്ഞാൽ നമ്മള് കയ്യിൽ കയറ്റിയെന്നല്ലോ. അപ്പോൾ കുറച്ച് തന്നെ വണ്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഞാനൊരു 300 റുപ്യൻ്റെ എണ്ണ വണ്ടിയിലുണ്ടായിരുന്നത്. അപ്പോൾ അത് അടിച്ചു വെച്ചിട്ടില്ലെങ്കിൽ വഴിയിൽ എവിടെയെങ്കിലൊക്കെ നിർത്താൻ പറ്റാത്തടത്തേ കാരണം നമ്മുടെ ടാങ്ക് ഫുള്ളാണ്. അതുപോലെ തന്നെ ഈ സൂചിപ്പിക്കാൻ പറ്റപ്പോ കംപ്ലൈന്റ് ആയിട്ട് അത് ഭയങ്കര തുള്ളലായിരിക്കും. തേർഡ് ഗിയറിലാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. തേർഡ് ഗിയറിൽ തന്നെ കയറുന്നുള്ളൂ. ഫോർത്തിലിട്ടാലും കയറുണ്ടാവാം, ചില ഏരിയകളിൽ മാറും. ടൈറ്റ് കാണാം. അതിൻ്റെ ഉള്ളിൽ നോക്കിയാലേ ആനകൾക്ക് പൊരി ഇറക്കും. ഇത് ഫുള്ള് ഇറുക്കായി കയറാം. തമിഴ്നാടല്ലേ, പിന്നെ ഒരു ഇറുക്കിയ കളിക്കാരൻ കളിക്കാണ്ട് സ്റ്റാൻഡിന് ജസ്റ്റ് നോക്കിയതാണ്, വേറെ നല്ല ഇത്തരം സൈഡിലെ കാഴ്ചകളൊക്കെ കൈകൊണ്ട് കാണിക്കാന്ന് കരുതി. സ്റ്റാൻഡിലേക്ക് തന്നെ എപ്പോഴും വെയിറ്റ് ചെയ്യാം, പ്രശ്നമല്ല. മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ ഒരുപാട് ചെറു ചോലകളൊക്കെ കാണാൻ വേണ്ടി പറ്റിയിരുന്നു. ഇപ്പൊ മഴയൊന്നും ഇല്ലല്ലോ, മൂടിക്കെട്ടിയ കാലാവസ്ഥയല്ലേ. എന്നാലും കൊള്ളാം, നല്ലൊരു വൈബ് തരുന്നുണ്ട്. ഞങ്ങളെ ഭാഗത്തുള്ളവർ പറയും ഈ ഭാഗത്തേക്ക് മേലേക്ക് കയറുമ്പോഴാണ് നമ്മൾക്ക് ആ ഒരു യാത്ര പോയതിൻ്റെ ഒരു വൈബ് കിട്ടുക എന്നുള്ളത്. അതായത് കേരളത്തിൽ കൂടെ നമ്മൾ അങ്ങോട്ട് കറങ്ങി കഴിഞ്ഞാൽ അത്ര വലിയ വൈബ് കിട്ടില്ല. പക്ഷെങ്കിൽ ഇങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു ഫീല് അത് കയറി വരുന്നതാണ് നമ്മളുടെ നാട്ടുകാരെല്ലാവരും പറയുന്നത്. അത് ഇപ്പോൾ അങ്ങനെ തന്നെയാണ്, എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അതാണ് അതിൻ്റെ രീതി. ഇവിടെ മുളയൊക്കെ മുറിച്ചിട്ടുണ്ട്, മുളക്കടത്ത് അതൊന്നാവില്ല കേട്ടോ. ഇവിടെ ആളുകളുണ്ട്, ഫോറസ്റ്റുകാർ തന്നെ മുറിക്കണ്ടാവാം.
ഇവിടെ ഒന്നും വേസ്റ്റ് ഇല്ല കേട്ടോ, ഇവിടെയൊക്കെ ക്ലീൻ ആണ് ചുരം. പക്ഷെ ആ ഒരു താഴെ ഭാഗത്ത് 4 ആള് എവിടെയാണ് കൂടുന്നത് അവിടെയാണ് വേസ്റ്റ് ഉള്ളത്. ഇവിടെ ഒന്നും പിന്നെ വല്ലാതെ വലിച്ചെറിഞ്ഞതൊന്നും ഇങ്ങനെ കാണാനല്ല. വാട്ടർ ബോട്ടിലുകളുണ്ട്. അതുപോലെ തന്നെ നീലഗിരിയിലേക്ക് വെള്ളക്കുപ്പി അലോഡ് അല്ല കേട്ടോ. അതായത് ഈ 1 ലിറ്ററിന്റെ 1 ലിറ്റർ 2 ലിറ്റർ ഒന്നും. അപ്പൊ അതും കൊണ്ടാണ്ട് പോയി കഴിഞ്ഞാൽ പണി കേട്ടോ. അതിനൊക്കെ നല്ല മുള മുറിക്കണ്ടല്ലോ. അവിടെയൊക്കെ മുള മുറിച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. ലോഡാക്കേണ്ടി വരും. നല്ല മുള കേട്ടോ, അടിപൊളി. നല്ലൊരു മുളങ്കാട് ഏരിയ ആണ്. ഇതാണ് മുളങ്കാട് ഏരിയ എന്ന് പറയുന്നത്. അടിപൊളിയാണ്, നല്ല സ്പോട്ടാണ്. ഇതൊക്കെ കംപ്ലീറ്റ് മുളകൾ റോഡിലേക്ക് അപകടകരമായിട്ട് നിൽക്കുന്ന മുളകളെല്ലാം കേരളത്തിനടുത്ത് പിടിച്ചു. നാടുകാണിയിലെ മുളഭംഗി പോവാൻ വേണ്ടി പോവാണ് മക്കളെ. മുളഭംഗി നമ്മൾ കരുതിയ പോലെയല്ല. നമ്മളെ കുറെ പേർക്കൊക്കെ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് എന്താ പറയാ, ഇപ്പോ 3 കാറിലായിട്ട് പോയ ആളുകള് ആരും നിർത്തിയിട്ടൊന്നുമില്ല. എല്ലാവരും ഇങ്ങനെ പോകുന്ന പോക്കിലുള്ള ഇതാണ്. തുടങ്ങിയോ, യാത്ര ആരംഭിച്ചല്ലേ, ഓക്കെ കുപ്പില്ലല്ലേ, ഒറ്റക്കാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ അപ്പൊ ചെയ്യണവരൊക്കെ ഊട്ടിയിലുണ്ടാവും. നമുക്ക് അവരൊക്കെ പോവും. നമ്മളങ്ങനെ കിട്ടൂലല്ലോ. നമ്മള് എന്താ പറയാ, ഒക്കെ പോലെയല്ലേ, നമ്മള് ആമ ചെയ്യണ പോലെ അയ്യുള്ളൂ. ഓട്ടോ ലൈഫ് ചെയ്യുമ്പോ നമ്മളുടെ ശത്രുക്കള് ശരി പാവങ്ങളാണ്. അവന്മാര്, ഞാൻ ഇവന്മാരെ കാര്യം പറഞ്ഞ നേരത്തെ, ഇവന്മാര് ഇതിലേക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇടുന്ന പ്ലാസ്റ്റിക് കവറൊക്കെ ഇവന്മാര് കഴിച്ച് വരെ വയറൊക്കെ നാശമായി അവർക്ക് മരണം വരെ സംഭവിക്കും. കഴിച്ച് വെറുതെ നിങ്ങൾ ഈ ഒരു ഏരിയയിലൊന്നും ഈ ഫോറസ്റ്റ് ഏരിയയിലൊക്കെ വരുമ്പോഴൊന്നും അങ്ങനെ ചെയ്യല്ലോ. ചെങ്ങന്മാരെ ഞാൻ ചുരത്തുമ്മ നാടുകാണി ചുരം കയറുന്നവരിത് കണ്ടിട്ടുണ്ടാവും. നമുക്കൊന്ന് കയറി നോക്കാം. നമ്മൾ ചെരുപ്പൊക്കെ ഞാൻ ഇവിടെ തന്നെ ഊരിയിട്ടാണ് കയറുന്നത്, നല്ല വൃത്തിയായിട്ട്. അതായത് കാടിൻ്റെ ഒരു ആംബിയൻസിൽ. മക്കാം പരിപാലനം ഇർഷാദുൽ മുസ്ലിമീൻ സംഘം. ഓക്കെ. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഞാൻ കയറില്ല. സ്ത്രീകൾക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കയറാമല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ അവിടെ അറബിയിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് പിന്നെ അറബി അറിയാത്തതുകൊണ്ടേ. അപ്പോൾ ഞാനെന്തായാലും ഇറങ്ങണം. അല്ല ചെന്നത്തീരിൻ്റെ സ്മെല്ല്, ഈ കാടിൻ്റെ ആംബിയൻസ്. ഇതിലിവിടെ ഒരാൾ ഇത് ശ്രദ്ധിക്കാൻ ഒരാളുണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു പരിപാലനത്തിന് വേണ്ടിയിട്ട് ഒരാളുണ്ട്, ഒരു കാവലാളുണ്ട്. അദ്ദേഹം ഇവിടെ ഉണ്ട്. അദ്ദേഹം അവിടെ ഉണ്ട്. ഞാൻ ചായയൊക്കെ കുടിച്ച് ഞാൻ ഇവിടെ പോയി സംസാരിച്ചിട്ട് ചായയൊക്കെ കുടിച്ചെന്നൊക്കെ ചോദിച്ചു. ചായയൊക്കെ കുടിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെ നമ്മൾ പിന്നെ സാധാരണ വരുന്നതാണല്ലോ. ഏതാണ്ട് 100-100 വർഷത്തിലേറെയൊക്കെ പഴക്കമുണ്ട് കേട്ടോ എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് കറക്റ്റായിട്ടുള്ളതല്ല പറയുന്നത്. അതായത് ആനമറി ചുരത്തിൽ ഫക്കീർ മുഹമ്മദ് സ്വാലിഹ് മക്കാം ഷെരീഫ് എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എന്നാൽ പിന്നെ ഞാൻ പോവാണ് കേട്ടോ. നല്ല പന്തലൊക്കെ ഇട്ട്, പിന്നെ അതിൻ്റെ ഭാഗത്ത് വേണമെങ്കിൽ അവിടെ വേണമെങ്കിൽ അവിടെ ഇരിക്കാം. ഇത് നമ്മളുടെ നാടുകാണി ചുരത്തിലുള്ളതാണ്. ഞാൻ പോവാട്ടോ. അതായത് ചെങ്ങന്മാരെ, ഞാന് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയോട് പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, ഞാൻ പറയണില്ല, ഞാൻ മനസ്സിലാക്കി. വേറൊന്നല്ല, അത് ഞാൻ പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഇതിന് മുമ്പൊരു വീഡിയോ ആരോ വന്ന് ഷൂട്ട് ചെയ്തു എന്നാണ്. പക്ഷേങ്കിൽ നമ്മൾ ഇപ്പോൾ എന്താ പറയാ, ഓരോരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതികൾ നമ്മൾ നിൽക്കേണ്ടി വരും. അതിൻ്റെതായിട്ടുള്ള രീതികൾ, നമ്മുടെ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അല്ലാതെ ഒരു എന്താ പറയാ പുച്ഛഭാവത്തോട് കൂടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോ ഇപ്പൊ ആരാധനാലയങ്ങളായിക്കോട്ടെ, അല്ലാതെ മറ്റു പൈതൃകങ്ങൾ നിറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളായിക്കോട്ടെ, ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളായിക്കോട്ടെ, അവിടെ പോകുമ്പോൾ അതിൻ്റെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അതിനെ കാണാനും അതിനെ ഉൾക്കൊള്ളാനും, എന്നിട്ട് അത് ആ ഒരു രീതിയിൽ ജനങ്ങളിലേക്ക് വീഡിയോയിൽ എത്തിക്കുകയും വേണം. അല്ലാതെ എന്താ പറയാ, നമ്മളുടെ ഒരു എന്താ പ്രത്യേക താല്പര്യ പ്രകാരം വീഡിയോ ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കരുത്. അതേ എന്നോട് പറയാം. ഇതിന് മുമ്പ് ഒരു ടീം വീഡിയോ ചെയ്തു, ആ വീഡിയോ ഞാൻ കണ്ടതാണ്, ഞാൻ അതുകൊണ്ടല്ല പറയാം. ഏതാണെന്ന് ഞാൻ പറയണില്ല. പക്ഷെ അത് അദ്ദേഹത്തിന് വളരെയധികം വിഷമമായി. അതിൽ പറഞ്ഞ ചില വാക്കുകളൊക്കെ അദ്ദേഹത്തിന് വളരെയധികം വിഷമമായി. അത് എന്തൊക്കെയായാലും നമ്മളോട് ആരോടും അദ്ദേഹം ഒരിക്കലും അവിടെ വന്ന ആ കാര്യങ്ങൾ, അവിടുത്തെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പറയാതിരിക്കുക ഒന്നുമില്ല. നമ്മോട് പറഞ്ഞു തരും എന്താണ്, എങ്ങനെയാണ്, എത്ര വർഷം പഴക്കമുണ്ട്, എത്ര വർഷമായിട്ട് അദ്ദേഹം അവിടെ നിൽക്കുന്നുണ്ട് നമ്മളതൊക്കെ A to Z പറയും. നന്ദി, വീണ്ടും വരിക. ഓക്കെ. അയ്യോ, കേരളം വിട്ടാ ഇനി റോഡ് കണ്ടോ കേട്ടോ. കേരളം കഴിഞ്ഞു, ആ നന്ദി വിസിറ്റൊക്കെ അത് കഴിഞ്ഞു. ഇവിടെ നമുക്കൊരു പ്രധാന സൈൻ ബോർഡ് ഉണ്ട്.
മൈസൂരിലേക്ക് 126, ഊട്ടി 69, ഗുഡല്ലൂർ 17, പന്തല്ലൂർ 17. ഇവിടെ കാർ തകർത്ത് കിടക്കും. ഒരാളുണ്ടെങ്കിൽ എന്താ അതിന്റെ പേരൊക്കെ ഇറങ്ങിയിട്ട് ഗംഭീരമായിട്ട് സുഖയാണ്. പക്ഷെ വേറൊരു സംഭവം കേൾക്കണമെങ്കിൽ നല്ല തണുപ്പ് കയറി വരിക സൈഡിൽ കൂടെ ഇങ്ങനെ എന്റെ കയ്യിലേക്ക് ഇങ്ങനെ തണുപ്പ് വരും. ഊട്ടിയിലല്ല തണുപ്പോ. ഞാനാണെങ്കിൽ മറ്റേ ജാക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല. ഏത് തണുപ്പിനുള്ള ഒന്നും ഞാൻ എടുത്തിട്ടില്ല. തെർമലിന്റെ എടുത്തിട്ടുണ്ടോ? റോഡിന്റെ ആണല്ലോ കാണിച്ചിട്ടുണ്ട്. ഞാൻ റോങ് സൈഡാണ് പോണത്. റോങ് സൈഡ് പോകാനുള്ള കാരണം ഈ കുണ്ടുകുഴികളാണ്. ഇനി ഞാൻ റോങ് സൈഡ് പോകേണ്ടി വരും. തമിഴ്നാട് ഈ സൈഡിൽ വെക്കണ വീൽ അത് ഇവിടെ വെച്ചിട്ടുണ്ടോ? നാടുകാണിയിലൊക്കെ ഉണ്ടല്ലേ. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ചിലപ്പോ റോഡ് ഉഷാറാക്കുണ്ടാവാം. കുറച്ച് മേലേക്കോട് പോന്നപ്പോൾ, അതായത് നമ്മൾ നാടുകാണിയോട് അടുത്തപ്പോ റോഡിലേക്കൊക്കെ നല്ല രീതിയിൽ പോടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ സമയം എന്ന് പറയുന്നത് 10:40. 10:40 നേരത്തൊക്കെ റോഡിലേക്കൊക്കെ പോടെ ഇറങ്ങി വരാൻ നല്ല വൈബുള്ള ടൈം തന്നെയായിട്ടാണ്. ഇപ്പൊ നല്ല രീതിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നല്ല രീതിയിൽ കയറാറേ താഴെ ഭാഗത്തേക്ക് കാണില്ല. പക്ഷെ ഇവിടെയൊക്കെ ആകെ കാട് മുടി കിടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് വ്യൂ കിട്ടുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ കാണിച്ചാൽ കണ്ടങ്ങൾ ആ ഭാഗത്തോട്ട് പോടണ്ട. നല്ല കോട്ട നല്ല തേയിലത്തോട്ടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. തേയിലക്കാട് കാണാൻ നമുക്ക്. തമിഴ്നാട് RTO ചെക്ക് പോസ്റ്റ് ആണ്. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ പോകാം. നമുക്ക് ഇവിടെ അല്ല വിഷയം. കുറച്ചുകൂടി കഴിയട്ടെ. നാടുകാണൽ ചെക്ക് പോസ്റ്റ് വിഷയം. എന്താ സംഭവം ചോദിച്ചാലേ ഒരു തിരക്കുമില്ല. മേലക്ക് കിട്ടും. ചുരം തിരക്കില്ല, നാടുകാണൽ തിരക്കില്ല, എവിടെ തിരക്കില്ല. കടയില് ചെക്കിങ് ഒക്കെ ഇവിടെ ഉണ്ടാകുക. ഉണ്ടാവുകയാണെങ്കിൽ കടയില് ചെക്കിങ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവും. പ്ലാസ്റ്റിക് ബോട്ടിലുണ്ടാവും. മൊത്തത്തിലും ചെക്ക് ചെയ്യും. ചെക്കുന്ന ഒരു ടോള് വാങ്ങിയില്ല കേട്ടോ. ഒരു ടോള് പോലും ചെയ്യുന്ന വാങ്ങിയില്ല. വേണ്ടെന്ന് പറഞ്ഞു. ഓട്ടോറിക്ഷ ആയതുകൊണ്ടേക്കാറ്. ഓട്ടോറിക്ഷയ്ക്ക് ടോളില്ലല്ലോ. കാരണം ആകപ്പാട് തിരക്ക്. ഇവിടെ 2-3-4 അമ്പുണ്ട്. ഒന്നല്ല 2-3 അമ്പുണ്ട്. ഓക്കെ, നമ്മൾ ചാടി കളഞ്ഞു. ഓരെന്താ വേറെന്തോ പണിയിലാണ്. നമ്മളിവിടുന്ന് ഇടത്തേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ പന്തല്ലൂർ, കോഴിക്കോട്, വയനാട്, കോഴിക്കോട് അങ്ങനെ പോവാം. റൈറ്റ് ഗുഡല്ലൂർ, ഊട്ടി മൈസൂർ. നമ്മൾ കയറിയിട്ടുണ്ട്. തമിഴ്നാട് ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് നമ്മൾ തമിഴ്നാട്ടിൽ പൂർണ്ണമായിട്ട് എത്തിയിരിക്കുവാണ്. ഇനി നമ്മൾക്ക് കുറച്ച് ഡീസൽ വണ്ടിയിലേക്ക് കയറ്റി വെക്കണം. പഴം എൻ്റെ കയ്യിലെടുത്ത് നല്ല പഴം അവിടെ കിടക്കും. എല്ലാം വാങ്ങി വാങ്ങിക്കാം. കുറച്ച് ഡീസലേ ഇവിടെ ഒരു പമ്പുണ്ട്. ആ പമ്പ് തന്നെ എടുത്ത് വെക്കാം. ഞാൻ നാടുകാണി ഭാഗത്തേക്ക് തന്നെ പോയോണ്ടിരിക്കണം കേട്ടോ. വേറൊന്നുമല്ല, ഇവിടെ ഒരു റോഡ് കയറാന് ഞാൻ കുറെ മുമ്പ് വന്നതാ. അതായത് ഈ ബസ്സിന്റെ ബാക്കിൽ കൂടെ നമ്മൾ പോകട്ടെ. അതിന് വണ്ടികളൊക്കെ നോക്കിയിട്ട് ഈ കാണുന്ന റോഡ് ഇത് ദേവാല ഹട്ടി റോഡ്. ദേവാല ഹട്ടി റോഡ്. അപ്പൊ നമ്മൾ ഹട്ടിക്കൊന്നും പോകണില്ല. നമ്മള് കുറച്ച് ദൂരം ഒന്ന് തേയില ആസ്വദിച്ചിട്ട് പോരാമെന്ന് കരുതി. ഈ കാണുന്നതൊക്കെ എന്താ പറയാ, ഈ തേയില ഫാക്ടറിയിലെ ആളുകൾ താമസിക്കുന്ന അവരുടെ കോട്ടേജുകളാണ്. പിന്നെ അങ്ങോട്ടേക്ക് മുന്നിക്ക് പോകുന്തോറും തേയിലകളുടെ നടുവിലൂടെയുള്ള ഈ ചെറിയൊരു വഴിയുണ്ടല്ലോ, നമുക്ക് തരാൻ പോകുന്ന ആ ഒരു കാഴ്ച അതിമനോഹരമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് വഴി വരുന്നത്. ഞാൻ എന്താ പറയാ, എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കുറെ മുമ്പ് ബൈക്കിനൊക്കെ യാത്ര ചെയ്തിരുന്ന ആ ടൈമിലൊക്കെ വന്നിരുന്ന സ്ഥലമായിരുന്നു. നമ്മുടെ കൂമനായിട്ട് ഞാൻ ഫസ്റ്റ് വന്നിരുന്ന സ്ഥലമായിരുന്നു. എന്നിട്ട് ഇത് കംപ്ലീറ്റ് തേയിലടി എല്ലാവരും പച്ചയായിട്ട് കിടക്കും. പിന്നെ എന്താ വെച്ചാൽ ഇവിടേക്ക് വന്നപ്പോഴേക്ക് എന്താ പറയാ, വെയിലായിട്ട് നല്ല വെളിച്ചം, നല്ല വെളിച്ചം. നമുക്ക് നല്ല എന്താ പറയാ, ഒരു ആ ഒരു കോടന്റെ ആ ഒരു മട്ട് പോയതേ വല്ലാത്തൊരു ഫീലായി പോയി, നഷ്ടമായി. അതും കൂടി ഉണ്ടാകുമ്പോഴാണ് ഇതൊക്കെ ഒന്നും കൂടി ഒരു ആസ്വാദകരമായി മാറുന്നത്. എന്തായാലും ഈ ഒരു വഴി അങ്ങനെ ചെറിയൊരു വഴിയായിരിക്കും. അത് റബ്ബറൈസറാണ്. നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന
റോഡാണ് ഈ റോഡ്. വലിയ തിരക്കൊന്നുമില്ല ഇതില്. ബസ്സൊന്നും ഞാൻ അതുവരെ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു കൊരങ്ങന്മാരുണ്ട് ഈ ഒരു എന്താ ഡെയിലി എസ്റ്റേറ്റ് കാര്യങ്ങളിലേക്കൊക്കെ പോകുന്ന വലിയ വാഹനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ഡെയിലി ആയിട്ട് പോകുന്ന. അല്ലാത്ത ബസ്സൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടാവാൻ ചിലപ്പോട്ടോ, കാരണം എന്തെങ്കിലും ഉള്ളേരിയകളിൽ ഇവിടെ ഒക്കെ ബസ്സുകളുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലായാലും അങ്ങനെ തന്നെയാണല്ലോ. ഇവിടെ മാത്രമല്ല, ഇവിടെ ഒരു വില്ലേജ് ഉണ്ട്. ഇവിടെ ഹോൺ നമ്മൾ നന്നായിട്ട് അടിക്കേണ്ടി വരും കേട്ടോ. ഹോൺ അടിച്ച് പോകാൻ പാടുള്ളൂ. വളവൊക്കെ അജാതി വളവായി. അത് പാവ ഭാഗത്തൊക്കെ നോക്കി എന്തായിട്ട് കിട്ടിയോ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ഓട്ടോ യാത്രയിലുണ്ടല്ലോ നമുക്ക് ശരിക്കും കാണാൻ വേണ്ടിട്ട് പറ്റും, ചുറ്റുള്ളതൊക്കെ കാണാൻ വേണ്ടിട്ട് പറ്റും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. കണ്ടങ്ങള് ലുക്കങ്ങന്മാരെ ഓണായില്ലേ, നമ്മ ട്രിപ്പ് ഓണായി. ട്രിപ്പും കൂടി എത്തി നമ്മള്. ഞാനൊരു സ്ഥലം കൂടി പോകണമെന്ന് കരുതുന്നുണ്ട്, എല്ലമല പോകണമെന്ന് കരുതുന്നുണ്ട്. പക്ഷേ എല്ലമലയൊക്കെ പോകാൻ പറ്റുമെന്ന് അറിയില്ല. പറ്റുവെച്ചാല് നമ്മുടെ വണ്ടിയൊക്കെ അത് കടത്തി വിടാൻ അറിയില്ല. ഇപ്പൊ ഞാന് നേരത്തെ പറഞ്ഞ ആ ഒരു ഇതുണ്ടല്ലോ, ഈ കാണുന്നതൊക്കെ കോട്ടേജുകളാണ്, വീടുകളാണ്. അതൊക്കെ താമസക്കാരുണ്ട്. അതൊക്കെ ഈ തേയില ആയിട്ട് ബന്ധപ്പെട്ടുള്ള ജോലിയാണ് അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ തേയിലയുടെ നടുക്കാണ് വണ്ടി നിർത്തിയിട്ടുള്ളത്. ഇത് പുറത്തുനിന്ന് കാണുമ്പോൾ അതിന് ഭംഗി വരും. ഞാൻ ഇറങ്ങുന്നുണ്ട്. ഞാൻ അവിടെ കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ അവിടെ ക്ഷേത്രമുണ്ട്, ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്. അവിടേക്കൊന്ന് പോയോട്ടോ. അവിടെ വരെ ഞാൻ പോകുന്നുള്ളൂ. അവിടെ തിരിക്കും. ഈ തേയില പറിച്ച് കൊണ്ടുവന്ന് വെക്കുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഇവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ അവിടെ. வீடு வீடு தாயநாடுகணி. தாயநாடுகணியா? இது அந்த பக்கம் கேரளா சைடா? அப்படியா? எங்கேருந்தே கொண்டு வர்றது? அங்கேயா? அந்த மலைக்குச்சியில்? ஓ, நல்ல. டீ சாப்பிட்டீங்களா நீங்கள்? சாப்பிட்டேன். நீங்கள் மட்டும்தான் வந்தீங்களா? நான் தனியாக தான் இருக்கேம்மா. இது என்னது? இது என்ன? சப்பு. சப்பு. அது சப்பு. இது சப்பு பேகா? இதெல்லாம் பேகா? அப்படியா? உங்கள் பேருமா? என் பேர் ஜானகி. ജാനകി. ശരി. അത് ഫുള്ളായിട്ട് കോട മൂടിയിട്ട് നല്ലൊരു എന്താ പറയുക, വല്ലാത്തൊരു വൈബ് ഫീൽ നമുക്ക് തരും. അതേപോലെ നമ്മുടെ ഹട്ടിയിലേക്ക് ചെക്കന്മാരൊക്കെ അധികം പോകുന്ന റൂട്ട് ഏരിയയാണ്. അതിലങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ഇവർ ഇലയൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട്. ഞാനെന്തായാലും പോവുകയാണ്. വണ്ടിക്ക് തണുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ തണുപ്പിച്ചതല്ലേ. കൊള്ളാലേ, മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഞാൻ പോയി നോക്കട്ടെ കേട്ടോ, എല്ലാ ടൈമും കളയണ്ട. ഇപ്പം തന്നെ 11:20 ഞാൻ പോവുമായിരുന്നു. അപ്പോൾ ഇവർ കട്ട് ചെയ്യുന്ന ആ ഒരു കത്തി ഉണ്ടല്ലോ, അതൊന്ന് കണ്ടു. എങ്ങനെ ഇത്? ഓ, ഇങ്ങനെയാണല്ലേ. ഇങ്ങനെ കട്ട് ചെയ്തായിക്ക് വരും. പിന്നെ അത് നേരെ അവരുടെ കൂടയിലേക്കാക്കും. ഇവിടെ ദിവസക്കൂലി എന്ന് പറയുന്നത് 436 രൂപയാണ് ഇവർക്ക് ഒരു ദിവസത്തെ കൂലി എന്ന് ഈ അമ്മ എന്നോട് പറഞ്ഞത്. ശരിങ്ങമ്മ പറയേ. എന്നാൽ പിന്നെ പോലെ രസമായി. ആ ഒരു 436 റുപ്യ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആണ് അവരുടെ കൂലി. നമ്മുടെ നാട്ടിൽ എത്ര സ്ത്രീകൾക്ക്? 600 700 എനിക്കറിയില്ല. 11:50 നമ്മളിപ്പോൾ നിൽക്കുന്നത് കൂടല്ലൂരാണ്. കൂടല്ലൂരിലേക്കാണ് എത്തിയിട്ടുള്ളൂ. കൂടല്ലൂരിൽ നമ്മൾ പ്രത്യേകിച്ചൊരു ആവശ്യമൊന്നുമില്ല. അപ്പം പിന്നെ നമ്മൾ ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമുക്ക് പോവാം. നമുക്ക് ഏതായാലും 12:30 വരെ വണ്ടി ഓടിക്കാൻ വേണ്ടി പറ്റും. 12:30 12:15 വരെ നമുക്ക് എവിടെയെങ്കിലേക്ക് നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കാം. വിശക്കുന്നുണ്ട്. അവിടുന്ന് റൈറ്റ് ഇട്ടാണ്. അവിടുന്ന് റൈറ്റാണ് കയറി ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കപ്പക്കാട്, മൈസൂർ, മുണ്ടൽപേട്ട്, മൈസൂർ, അങ്ങനെ മേലോട്ട് പോവാം. നമ്മൾ എല്ലമല റൂട്ടൊക്കെ എത്തിയിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കാം. എന്താ വെച്ചാലേ അതിൽ പോയാൽ ഏലത്തോട്ടൊക്കെ എല്ലമല 24 കിലോമീറ്റർ, 24 കിലോമീറ്റർ പോകണം. അതായത് 10 ദിവസം കൂടെ തീരും. സേവ് വൈൽഡ് ലൈഫ്. ഇവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അതിൽ പോകാൻ പറ്റുമല്ലോ എന്ന് ചോദിച്ചു. ചെങ്ങന്മാരെ എല്ലമല കയറാൻ വേണ്ടി പോട്ടോ. അതായത് കുരുവികളെ, ഞാൻ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പോകുന്നു. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പോകുന്നെന്ന് പറഞ്ഞാല് എല്ലമലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് ഞാൻ. എല്ലമല കയറുകയാണ്. എല്ലമല കയറാനൊന്നുമില്ല. എല്ലമല
ചോരമായിട്ട് കയറി പോകാനുള്ള സംഭവമൊന്നുമില്ല. പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ ഓട്ടോറിക്ഷ അലോഡാണ്. ഞാൻ കരുതിയില്ല. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലാണ് നമ്മൾ പെർമിഷൻ എടുക്കേണ്ടത്. അത് അവരെ അവിടെ തന്നെ ഇരുന്നിട്ട് നമ്മുടെ ലൈസൻസ്, നമ്മളുടെ അഡ്രസ്സ്, ലൈസൻസ് കൊടുത്താൽ തന്നെ മതി. അതിൽ തന്നെ നമ്മൾ അഡ്രസ്സ് കിട്ടുമല്ലോ. നമ്മളുടെ മൊബൈൽ നമ്പർ, വണ്ടി നമ്പർ, ഇത്തരം സംഭവങ്ങളാണ് വേണ്ടത്. വേറെ ഒന്നും വേണ്ട. അപ്പൊ ഇതിലെ ഇവിടെ കയറുമ്പോ തന്നെ നല്ല കാപ്പിത്തോട്ടമാണ് കാണുന്നത്. കാപ്പിത്തോട്ടം ഇവിടേക്ക് നമ്മൾ കയറിയിട്ടുള്ളൂ. അപ്പോഴേക്ക് നല്ല കാപ്പിത്തോട്ടമാണ്. അപ്പൊ അത് മറച്ച് കാപ്പിയാണ്. അതിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എങ്കിൽ ഒന്നും നോക്കില്ലോ, വിളവെടുപ്പൊന്നും ആയില്ലോ. ബസ് റൂട്ടാണ്. അതിലങ്ങോട്ട് ഒരു ലോകം തന്നെ ഉണ്ട് സത്യം പറഞ്ഞ. ഈ റൂട്ടിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വന്യമൃഗങ്ങളെ, അതായത് കാട്ടി, ആന ഒക്കെ ഉണ്ടാവും. ഭാഗ്യം ഉണ്ടെങ്കിലേ കാണുള്ളൂ. ഫുൾ ടൈം ഉണ്ടാവാറില്ല. ഞാൻ വന്നിട്ട് ഒരു പ്രാവശ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ ഇവിടുത്തെ ഒരു 3-4 പ്രാവശ്യം വന്നിട്ടുണ്ട്. എനിക്കിഷ്ടമാണ് ഇതിൽ വരുന്നത്. ഇതിൽ വരുന്ന ഇഷ്ടം എന്ന് വെച്ചാൽ, നമ്മൾ ബൈക്കിനൊക്കെ ഒരു എവിടേക്കിലൊക്കെ പോവാറിന് ഇറങ്ങുമല്ലേ, ആ ഇറങ്ങുന്നതിൽ എനിക്ക് അത്യാവശ്യം കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലമാണ്. വെറുതെ നിൽക്കുമ്പോൾ ഇതിലൊക്കെ പോവാറില്ല. ഈ താഴത്ത് കാണുന്നതൊക്കെ ഈ പറഞ്ഞ പോലെ കാപ്പിത്തോട്ടമാണ്. അതുപോലെ തന്നെ ഈ സൈഡിൽ ഒക്കെ കാണുന്നതും അത് തന്നെയാണ്. അതിന്റെ മേലൊക്കെ അങ്ങോട്ട് ഫോറസ്റ്റാണ്. മനസ്സിലായോ? ഇത് ഇവിടുന്ന് ഏതാണ്ട് കുറച്ച് ദൂരമേ ഉള്ളൂ ഈ തോട്ടങ്ങളൊക്കെ ഉള്ളത്, മേൽഭാഗത്തേക്ക്. അതിനപ്പുറത്തേക്ക് അങ്ങോട്ട് ഫുള്ള് ഫോറസ്റ്റാണ്. അതിന്റെ ഒരു ഫോറസ്റ്റിനകത്തുകൂടെ നമ്മൾ പോകുന്ന ഒരു ഫീൽ നിങ്ങൾ കിട്ടണ്ട. എനിക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് നല്ല ഫീൽ കിട്ടും ഫോറസ്റ്റിലൂടെ കൂടെ പോകും. അതായത് ഇവിടെ കുറച്ച് ദൂരം പോകുന്ന കഴിഞ്ഞാൽ ചെറിയൊരു ചായക്കടയും അതുപോലെ തന്നെ കുറച്ച് വീടുകളും കാണാം. പക്ഷേ ആ ചായക്കട ഒന്നും തുറന്നിട്ടില്ല. ഒരു പ്രായ ആളാണ്. ഇപ്പോൾ എന്തെങ്കിലും പറ്റിയൊന്നും അറിയില്ല കേട്ടോ. പിന്നെ നമ്മൾ പോകുന്ന ഈ ഒരു സ്ഥലത്തിന്റെ ഈ സ്ഥലം ഉണ്ടല്ലോ, ഓവാലി എന്നാണ് അറിയപ്പെടുക. ഓവാലിയിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലമല തന്നെ മൊത്തത്തിൽ ഓവാലിയാണ്. ഇവിടെ ചെറിയൊരു ചോലയുണ്ട്. അതുപോലത്തെ നിരവധി ചോലകളുണ്ട് കേട്ടോ. ഈ വെള്ളമൊക്കെ ഇവിടുത്തെ വരുന്നറിയോ, അന്ന് നമ്മളുടെ നാട്ടിലേക്ക്, നമ്മളുടെ ചാവരിയാറിലേക്കുള്ള വെള്ളമാണ് വരുന്നത്. ഇവിടുത്തെ ഒരു മരങ്ങൾക്കൊരു സൈസ് കളറുണ്ട്. അതൊരു ഓറഞ്ച് കളർ. ഇതൊക്കെ തൊലിക്ക് സംഭവിക്കുന്ന എന്തോ ഒരു സംഭവമാണ്. ഇവിടെ ഒരു സൈസ് മഞ്ഞ പൂക്കൾ വിരിഞ്ഞാണ്. നല്ല രസമാണ് റോഡിൽ കൂടെ പോകുമ്പോഴേ. ചെറിയ റോഡാണ്. ഇതിലെ നമ്മുടെ ബൊലേറോ സർവീസ് ഉണ്ട്, അതുപോലെ ജീപ്പ് സർവീസും ഉണ്ട്. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ ബസ്സും ഉണ്ട്. ഇതില് ബസ് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കണ്ടമാതിരി ഓർമ്മ എന്നല്ല, വരുന്ന ടൈമിൽ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയതല്ല. ഞാൻ എവിടെയൊക്കെ നിർത്തിയൊന്ന് ഭക്ഷണം കഴിക്കാം. വിശക്കുണ്ടെങ്കിൽ ടൈം എന്താ ചെയ്തിട്ടുണ്ട്? ടൈമൊക്കെ ജാസ്തിയായി. 12:20. രാവിലെ ഒരു 2 അപ്പം കഴിച്ചതാണ് നമ്മൾ. പിന്നെ ഒന്നും കഴിച്ചില്ലല്ലോ. വിശപ്പുണ്ടെങ്കിൽ കുറച്ച് നേരമായി. ഞാൻ പറ്റുന്ന സ്ഥലം കിട്ടട്ടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല രസം കാണാം. കേട്ടാ, വെള്ളം വരുന്നാട്ടാ. പാണ്ടിപ്പുഴ എന്നാണ് പേര്. ആളുടെ പേര് പാണ്ടിപ്പുഴയാണ്. ഉത്ഭവിക്കുന്നത് നീലഗിരി കുന്നുകളിൽ നിന്നാണ്. മുകുർജി നാഷണൽ പാർക്കിന്റെ ഒക്കെ ആ ഭാഗത്തുനിന്നല്ല, അയാൾ നിന്നാണ്. ഇത് അപ്പർ ഭവാനി, അതിന്റെ അടുത്തുനിന്നൊക്കെ ആയിട്ടാണ് ഉത്ഭവം. പോകുന്നത് നമ്മളുടെ നിലമ്പൂർ വഴിയാണ്. നമ്മളുടെ നാട്ടിലേക്കാണ്. ചാലിയാത്ത പോഷക നദിയാണ്. എന്താ പറയാ, നല്ല ഭംഗിയാണ്. നല്ല തെളിഞ്ഞ വെള്ളം. നമ്മൾ ടി കെ കോളനിയിലൊക്കെ പോയാൽ കാണുന്ന പോലെ നല്ല ക്ലിയർ വെള്ളമാണ്. ക്ലിയർ ഒന്നും അല്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ ആണെങ്കിൽ റേഞ്ച് ഇല്ല, നെറ്റ്വർക്ക് ഇല്ല. ഞാൻ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിലും നെറ്റ്വർക്ക് ഭയങ്കര ഷോ. ഞാനിങ്ങനെ ചെങ്ങന്മാർ ഒരു തേയിലൻ്റെ നടുക്ക് നിർത്തിയോ. തേയിലൻ്റെ നടുക്ക് കണ്ട നമ്മുടെ വണ്ടി കിടക്കണേ. ചുറ്റും തേയില. വഴി എങ്ങനെയുണ്ട്? നല്ല രീതിയിൽ ഒതുക്കാൻ പറ്റിയ സ്ഥലം ഇവിടെ മാത്രമേ കണ്ടോളൂ. അപ്പോൾ അവിടെ ഇട്ടിക്കണം നമ്മുടെ പരിപാടി. നമുക്ക് വീട്ടിൽ നിന്ന് ചോറ് തന്നിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ചോറ് വെക്കാം. നമ്മുടെ സാധനങ്ങൾ ഫുള്ളായിട്ട് നിറഞ്ഞാണ്. ചോറ് വെക്കണം. ഇതിൻ്റെ പൊണ്ടാട്ടി രാവിലെ നേരത്തെ എണീറ്റിട്ട് ഉണ്ടാക്കിയതാണ്. ചോറിനട്ടെ. ഈ ഒരു വൈബ്, ഈ ഒരു അന്തരീക്ഷം ആസ്വദിച്ചിട്ടാണ് നമ്മളുടെ ഭക്ഷണം കഴിക്കൽ കേട്ടോ. നിശബ്ദമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞ ആ ഒരു റിവർ ഉണ്ടല്ലോ, അതിലെങ്ങനെ ഒഴുകണം. അതിൻ്റെ ശബ്ദം കേൾക്കാം, കിളികളുടെ ശബ്ദം കേൾക്കാം, മറ്റു വാഹനങ്ങളുടെ ശബ്ദം, ഓർമ്മടി ഒന്നുമില്ല. ഇതൊക്കെയാണ് എന്താ പറയുക, ഇതൊക്കെയല്ലേ വേണ്ടത്. ഏതായാലും വണ്ടി കുഴപ്പമൊന്നുമില്ല കേട്ടോ, സെറ്റാണ്. പിന്നെ ചൂടാവുന്നുണ്ട് വല്ലാണ്ട്. എന്താ ഞാൻ തുറന്നിട്ടിരിക്കണം. പിന്നെ ഓയിലേക്ക് ഇപ്പോഴൊന്നുമില്ല. ഇത്രയും ദൂരം നമ്മൾ ഇതുവരെ വണ്ടി ഓടിച്ചില്ലല്ലോ.
നല്ല കുരുമുളക് ഉണ്ടായിട്ടുണ്ടല്ലേ. ഞാൻ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. വീട്ടിൽ നിന്ന് എൻ്റെ വൈഫ് എനിക്ക് തന്ന ചോറാണ്. ഇന്നിപ്പോൾ ഇനി ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ട, ഇന്നിപ്പോൾ ഉണ്ടാക്കാനൊന്നും കഴിയില്ലല്ലോ, ആദ്യത്തെ ദിവസമല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൾ രാവിലെ നേരത്തെ എണീറ്റ് ഉണ്ടാക്കിയതാണ്. ഇതിലൊരു ആംപ്ലേറ്റ് ഉണ്ട്, മമ്പയറുണ്ട്, അതുപോലെ തന്നെ പിന്നെ ഉള്ളിയും തക്കാളി റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസങ്ങൾക്ക് വീട്ടിലത്തെ ഭക്ഷണമല്ല, ഇന്നത്തോട് കൂടിയിട്ട് വീട്ടിലത്തെ ഭക്ഷണം കഴിയണം. എന്താ പറയുക, പിന്നെ ഒരു പുളിയിഞ്ചിയും തന്നിരുന്നിട്ട് അവൾ അതുണ്ടാവും. അതായത് ഞാനിതൊക്കെ കൂട്ടിയിട്ടേ നല്ല പൊരുത്തം പിടിക്കട്ടെ. ഒക്കെയാണെങ്കിൽ വിശന്നിട്ട് പോയി കാരണം തണ്ടപ്പലൊന്നും വേഗം തിന്നില്ല. അത് ഇപ്പോഴും ടേസ്റ്റ് ചെയ്യുന്നു. എന്താ പറയുക, എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ കൂടെ വൈൻഡപ്പ് ചെയ്യണം. എല്ലമലയ്ക്ക് പോകുന്നത് അടുത്ത വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് സംഭവിച്ചതൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 12:40 ഞാൻ ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ഇത് എല്ലമലയും നമ്മുടെ സ്റ്റേ ഒക്കെ എവിടെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.